എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ജൂൺ മാസത്തെ വിതരണം ഇനി മസ്റ്ററിംഗ് വരാൻ പോകുന്നു. അതിനു മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ബജറ്റിൽ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ? ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നീ അറിയിപ്പുകളും. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 10 വർഷമായി വാർഷിക മസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് വാർഷിക മസ്റ്ററിംഗ് തുടങ്ങിയത്. വാർഷിക മസ്റ്ററിംഗിന്റെ സമയം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം മസ്റ്ററിംഗ് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ആദ്യഘട്ടങ്ങളിൽ വയോജനങ്ങളെയെല്ലാം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന രീതിയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വൻതോതിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ക്യാമ്പുകളിലൂടെയുള്ള മസ്റ്ററിങ്ങും വീടുകളിലെത്തിയുള്ള മസ്റ്ററിങ്ങും എല്ലാം പിന്നീട് ആരംഭിച്ചത്. പെൻഷൻ വാങ്ങുന്ന ഓരോ ഗുണഭോക്താവും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് നടത്താറുള്ളത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിലാണ് സാധാരണഗതിയിൽ മസ്റ്ററിംഗ് നടത്താറുള്ളത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ചില മാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നിലവിലെ സാഹചര്യം നമുക്കറിയാം. ഒരു സർക്കാർ മാറി പുതിയൊരു സർക്കാർ വന്ന് ആദ്യ ബജറ്റും മന്ത്രിസഭാ രൂപീകരണവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മസ്റ്ററിംഗ് 2-3 മാസം താമസിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം വരുമാന സർട്ടിഫിക്കറ്റ്, വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന വിധവാ പെൻഷൻ വാങ്ങുന്നവരുടെയും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുടെയും സർട്ടിഫിക്കറ്റുകൾ മാർച്ച് വരെ സമർപ്പിക്കാനുള്ള അവസരം പിന്നീട് അത് ജൂൺ 30 വരെ നീട്ടിയിരുന്നു. ഭൂരിഭാഗം ആളുകളും അന്നെല്ലാം സമർപ്പിച്ചവരാണ്. സമർപ്പിക്കാത്ത ആളുകൾക്ക് ജൂൺ 30 വരെ അതിനുള്ള അവസരമുണ്ട്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ 23-ന് കടമെടുപ്പിന് ശേഷമാണ് ഉണ്ടാകുക. 24-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതിയായിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും. 26-ാം തീയതി പൊതു അവധിയാണ്. അതിനുശേഷമായിരിക്കും കയ്യിൽ വിതരണം ആരംഭിക്കുക. ജൂലൈ 5-നുള്ളിൽ എല്ലാവർക്കും കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലാണ് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം. ഈ മാസം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നേരിട്ട് DBT വഴി കൈമാറുന്ന രീതിയല്ല. ക്ഷേമ ബോർഡ് നേരിട്ട് ജില്ലാ ക്ഷേമനിധി ഓഫീസുകളിലേക്ക് കൈമാറിയും അവിടുന്ന് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. 1600 രൂപ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. മാത്രമല്ല 15 മാസത്തിലധികം കുടിശ്ശികയും ഉണ്ട്. കഴിഞ്ഞ മാസം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിച്ചിരുന്നില്ല. പുതിയ സർക്കാർ വന്ന് ഇതിൽ ഇടപെട്ട് ഉടനൊരു നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുടിശ്ശിക ഇലക്ഷന് മുമ്പ് തീർത്ത് നൽകും എന്ന് പിണറായി സർക്കാർ പറഞ്ഞിരുന്നു എങ്കിലും കെട്ടിട നിർമ്മാണ തൊഴിലാളികളോട് മാത്രം ക്രൂരത തുടർന്നു. അത് നൽകാതെയാണ് അവർ ഇറങ്ങിപ്പോയത്. ഇനി പ്രതീക്ഷ പുതിയ സർക്കാരിലാണ്. വലിയ താമസമില്ലാതെ കുടിശ്ശിക മുഴുവനായും കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് അപേക്ഷ. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ ജൂൺ മാസത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് വിവരം. ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയാൽ അടുത്ത മാസം മുതൽ തുക വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് അറിയിപ്പ്. തുക മുടങ്ങില്ല, തുടർന്നും വീണ്ടും പദ്ധതി ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഗുണഭോക്താക്കൾ നിരാശപ്പെടേണ്ടതില്ല. പിണറായി സർക്കാർ മാർച്ച് മാസത്തോടെ നിർത്തിയതാണ് എങ്കിലും പുതിയ സർക്കാർ പദ്ധതി വീണ്ടും ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.